പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം ചെയ്ത മഹത്തരമായ പ്രവൃത്തി ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനാവലിയാണ് നാം കാണുന്നത്, ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുവാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കാൻ നമ്മൾക്ക് ഈ ദൈവജനം ഒരു മാതൃകയായി മാറുക. ദൈവം തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയാൻ ഈ ദിവസം നമുക്ക് സാധിക്കണം. അതിനുതകുന്നൊരു വചനഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടെ നിന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടെ നിന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ജനം, എന്നാൽ കർത്താവാണ് സംരക്ഷകനെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അവിടുന്ന് ചെയ്ത മഹത്തായ കാര്യങ്ങൾ നന്ദി പറയുക. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? സാഹചര്യം എങ്ങനെയാണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും, ചെങ്കടലിലെ ഫറവോൻ്റെ തുടരുന്ന സൈന്യത്തിൽ നിന്നും ദൈവം ഇസ്രായേൽക്കാരെ അത്ഭുതകരമാം രക്ഷിച്ചു. ആ സമയത്ത് അവർ പ്രകടിപ്പിച്ച സ്തുതിയുടെയും നന്ദിയുടെയും ഒരു പ്രഖ്യാപനമാണ്. ദൈവം അത്രയും പ്രവർത്തിച്ചപ്പോൾ അതിനകത്ത് അവർ നന്ദി പറയുക. വീണ്ടും അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെ മോചനത്തിൻ്റെ ഉറവിടമായി ദൈവത്തെ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്തുതിക്കുന്നു, അതുകൊണ്ട് അവർ ആരാധിക്കുന്നു, അവരത് ഈശോയെ മഹത്വപ്പെടുത്തുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവജനത്തെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളോർത്ത് നന്ദി നിറഞ്ഞ കഥ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒത്തിരി പേര് പലതരത്തിലും സഹായിച്ചിട്ട് നന്ദി നമ്മൾ പറയാറില്ല. ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിനാണെങ്കിലും സഹജീവികൾക്കാണെങ്കിലും നമ്മുടെ കൂടെപ്പിറപ്പുകൾക്കാണെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവർ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അനേകരുടെ കാരണത്താൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുന്ന പോലെ നമ്മളെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്യന്തികമായി എല്ലാറ്റും ഉപരിയായി ദൈവമാണ് എൻ്റെ സന്തോഷത്തിന് ഉറവിടമാണ്, ദൈവമാണ് എൻ്റെ ശക്തിയുടെ ഉറവിടമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഓർക്കുക പ്രിയമുള്ളവരെ, നിങ്ങൾ പലരും വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരനെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര എങ്ങനെയുണ്ട്? അച്ഛാ ഏറെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 5 വാഗ്ദത്തമാണ് എടുത്തത്. എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം എടുക്കാൻ 5 നിയോഗമാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്. 4 എനിക്ക് കിട്ടിയ അച്ഛാ, 4 കർത്താവ് തന്നു. ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഓരോടും കിട്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ആകരുത്. ദൈവം നിനക്ക് തന്നപ്പോൾ തന്നെ പറയണം. 5 കിട്ടാൻ നീ കാത്തിരിക്കരുത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ 5ാമത് ചോദിച്ചത് ദൈവം ആഗ്രഹിക്കാത്താണെങ്കിലോ അപ്പോൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ കിട്ടിയ 4 കാര്യം നീ പറയത്തില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് വാഗ്ദത്തത്തെ മക്കൾ, നിൻ്റെ 5 നിയോഗം ആദ്യം തന്നെ 1 കിട്ടിയപ്പോൾ തന്നെ നന്ദി പറയണം, പിന്നീടും പറയണം. അപ്പോൾ നന്ദി നിന്ന ഹൃദയം ഈശോയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ വ്യക്തിയാണ്. മറക്കരുത്. വാഗ്ദത്തെടുത്ത മക്കൾ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.